പൊതുജന സമൂഹത്തിന് മുൻപിൽ വിശദീകരിക്കുന്നതിന് കേരളത്തിന്റെ 50 തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള വിശദീകരണ പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത്. ഈ പരിപാടി സത്യത്തിൽ തൃശൂർ ജില്ലയിലെ ചാവക്കാട് നടക്കേണ്ട ഒരു പരിപാടിയാണ്. പക്ഷേ ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ഇത് സംബന്ധമായ ആശങ്കകൾ അകറ്റാനും മുസ്ലിം മഹല്ലുകളിലെ പാവപ്പെട്ട പൊതുസമൂഹം ഇത് സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കാനും നമ്മുടെ പ്രദേശത്ത് തന്നെ ഇതാവശ്യമാണ് എന്ന ഒരു താൽപര്യം നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കുണ്ടായി എന്നതിന്റെ പേരിൽ മാത്രമാണ് 3 പീടികയിൽ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇതിന്റെ ആക്ട് എന്താണ്, ഇതിന്റെ ബാത്തിൽ എന്താണ് എന്ന് വിശ്വാസി സമൂഹം അറിഞ്ഞിരിക്കേണ്ടത് അവന്റെ ബാധ്യതയാണ്. ആ ബാധ്യത മനസ്സിലാക്കിയ ഓരോ മഹല്ല് നിവാസിയും ഓരോ മഹല്ലിലെ പൗരന്മാരും നമ്മളോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഈ പരിപാടി കൺവീനർ എന്ന നിലക്ക് എന്നിൽ അർപ്പിതമായ ബാധ്യത. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാന്യനായ AV അബൂബക്കർ മുസ്ലിയാർ അവർകളാണ്. ഈ പരിപാടിയുടെ സ്വാഗത സംഘം ചെയർമാനാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആദരപൂർവം ഇതിന്റെ സ്വാഗത സംഘത്തിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് തൃശൂർ ജില്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ തങ്ങൾ അവർകളാണ്. ആ മാന്യദേഹത്തെ ആദരപൂർവം ഈ സദസ്സിന് വേണ്ടി, സ്വാഗത സംഘത്തിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ പണ്ഡിതനും പ്രശസ്ത വാഗ്മിയുമായ തൃശൂർ MIC സെൻട്രൽ മസ്ജിദിലെ ഇമാം SKSSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ബഹുമാന്യനായ മുഹമ്മദ് ഫൈസി ഓണംപള്ളി അവറുകളാണ്. അദ്ദേഹത്തെ ആദരപൂർവം ഞാൻ ഈ സ്വാഗത സംഘം കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത് അവരുടെ വിഘടിത വിഭാഗത്തിലെ ഒരു നേതാവായിരുന്ന, അവരുടെ എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മനസ്സിലാക്കിയ, അവരോടൊപ്പം എല്ലാ കാലത്തും നിലയുറപ്പിച്ചിരുന്ന, എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരോട് സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും അതിന് ശരിയായ പല കാര്യങ്ങൾക്കും ഇതിനു മുൻപും മറുപടി കിട്ടാത്തതുപോലെ ഈ വിഷയത്തിലും മറുപടി കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പേരിൽ അവരിൽ നിന്ന് വിട്ടുപോന്ന ബഹുമാന്യനായ ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കം അവർകളെ ഈ സ്വാഗത സംഘം കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ SKSSFന്റെ ജാബിർ ഹുദവി തൃക്കരിപ്പോൾ, അദ്ദേഹമാണ് നമ്മൾക്ക് ഇവിടെ മറ്റൊരു പ്രാസംഗികനായി എത്തിച്ചേരാനുള്ളത്. അദ്ദേഹം ഇവിടെ അടുത്തെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗത സംഘം കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഈ വേദിയിൽ ബഹുമാന്യനായ PA സയ്യിദ് മുഹമ്മദ് ഹാജിയുണ്ട്. നമ്മുടെ തൃശൂർ ജില്ലയിൽ പ്രത്യേകിച്ചും കേരളക്കരയിൽ പൊതുവിലും
ഇസ്ലാമിക വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് എക്കാലത്തും താങ്ങും തണലുമായി നിന്ന, തന്റെ സമ്പത്തും തന്റെ ആരോഗ്യവും തന്റെ ഒഴിവു സമയവുമൊക്കെ ഈ മേഖലയിൽ ഒരു നിഷ്കാമകർമ്മിയായി സേവനം ചെയ്ത പ്രിയപ്പെട്ട പി എ സീതു മുഹമ്മദ് ഹാജി അവകളെ ആദരപൂർവം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും എക്കാലത്തും സുന്നത്ത് ജമാഅത്തിന്റെ ഒരു എളിയ സേവകനുമായി നിന്ന, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എല്ലാ പരിപാടികൾക്കും എല്ലാ നിർദ്ദേശങ്ങൾക്കും തന്റെ എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് താങ്ങും തണലുമായി നിന്നിട്ടുള്ള ബഹുമാന്യനായ ജനാബ് പി എ മുഹമ്മദ് അലി സാഹിബ് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നാസർ ഫൈസി തിരുവത്ര അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഷഹീർ ദാശമംഗലം SKSSFന്റെ ജില്ലാ സെക്രട്ടറിയാണ്, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാന്യനായ ഹൈദർ ഹാജി, കേരളത്തിലെ തലയെടുപ്പുള്ള വിദ്യാഭ്യാസ സ്ഥാപനമായ ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയുടെ ഒരു ഉപസ്ഥാപനം നമ്മുടെ അടുത്ത പ്രദേശമായ ചാമക്കാരയിൽ അതിനെ ഒരു തള്ളക്കോഴി കുഞ്ഞിക്കോഴികളെ എങ്ങനെ പരിരക്ഷിക്കുന്നുവോ അതുപോലെ തന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിൽ തന്റെ സഹപ്രവർത്തകരോടൊന്നിച്ച് അതൊരു ജീവിതത്തിന്റെ ഭാഗമായി കണ്ട് ഇവിടെ ദാറുൽ നഹ്ജുർ റഷാദ് എന്ന സ്ഥാപനം നടത്തുകയും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് എന്നും ഒരു താങ്ങായി നിൽക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാന്യനായ ഹൈദരാജി അവരെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ SISന്റെ പ്രസിഡന്റ്, കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് ബഹുമാന്യനായ കബീർ ഫൈസി അവരെയും ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നാട്ടിക റേഞ്ചിന്റെ ജനറൽ സെക്രട്ടറി PP മുസ്തഫ മുസ്ലിയാർ, SYS പ്രസിഡന്റ് കൈപ്പമംഗലം മേഖല TK മൊയ്തുട്ടി മൗലവി, ബഹുമാന്യനായ SKSSFന്റെ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി നൂറുദ്ദീൻ യമാനി, എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ AK അബ്ദുറഹ്മാൻ ഫൈസി, SKSSFന്റെ കൈപ്പമംഗലം മേഖലയുടെ പ്രസിഡന്റാണ്, നമ്മുടെ ഈ പരിപാടിയുടെ ഒരു സേവകനാണ്, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അടുത്ത പ്രദേശമായ നെടുമ്പറമ്പ് മഹലിൽ ദീർഘകാലം ഖതീബായിരുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അബ്ദുൽ അസീസ് ഫൈസി അവരെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ MIC അറബി കോളേജിന്റെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ അബ്ദുള്ള ഈസാർ അവരെ ആദ്യം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നഹ്ജുർ റഷാദ് ചാമക്കാലയിലെ അറബി കോളേജിന്റെ പ്രിൻസിപ്പൽ ഷാഫി ഉദവി അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബഹുമാന്യനായ നാസർ ഫൈസി കരുപ്പെടുന്ന അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ നമ്മുടെ എല്ലാം കുറച്ച് സ്വന്തം കാര്യങ്ങളെ കൊണ്ട് മാത്രം നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അല്പം വിട്ടുനിന്ന, എന്നാൽ നമുക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ ബഹുമാന്യനായ സഗീർ മുസ്ലിയാർ അവരെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സുന്നി മഹല്ല് ഫെഡറേഷന്റെ സെക്രട്ടറി നജീബ് തങ്ങൾ അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇത് സംബന്ധമായി ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും നമുക്ക് എല്ലാവിധ സഹായങ്ങളും നൽകി SKSSFന്റെയും SYSന്റെയും പ്രവർത്തകർക്ക് ഒരു താങ്ങായി നിന്നിട്ടുള്ള ബഹുമാന്യനായ ബദറുദ്ദീൻ സാഹിബ് അവരെയും ഞാൻ ഈ വേദിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ
പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന ബഹുമാന്യനായ ശിഹാബുദ്ദീൻ, ഞങ്ങളോടൊപ്പം തോളുരുമ്മി നിന്ന് ഇതിന് പ്രവർത്തിച്ച മുസ്ലിം മഹല്ലുകളിലെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ എല്ലാവരെയും, പ്രത്യേകിച്ച് SKSSFന്റെ പ്രവർത്തകരെ, SYSന്റെ പ്രവർത്തകരെ, അതിന്റെ നേതാക്കളെ, സഹപ്രവർത്തകരെ, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ പരിപാടി തീരുമാനിച്ച അന്നു മുതൽ ഇന്ന് വരെ ഉറക്കം ഊണുമൊഴിച്ച് ഇതിന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും തന്റെ കയ്യും മയ്യും മറന്ന് അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്തിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരെയും, ആത്മാർത്ഥമായി ഈ യോഗം ശ്രമിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളെയും ഇതര മതവിശ്വാസികളെയും ഒരിക്കൽ കൂടി സ്വാഗത സംഘം കമ്മിറ്റിക്ക് വേണ്ടി ആത്മാർത്ഥമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം കൈരളിയുടെ ആശയവും പ്രത്യാശയുമായി പതിറ്റാണ്ടുകളായി മുസ്ലിം നവോത്ഥാനത്തിനും വൈജ്ഞാനിക മുന്നേറ്റത്തിനും അനാചാര വിഭാടനത്തിനും നേതൃത്വം നൽകുന്ന ദക്ഷിണേന്ത്യയിലെ ആധികാരിക പരമാധികാര പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തൃശൂർ ജില്ലാ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട SMK തങ്ങൾ അവരുടെ ഈ പ്രക്ഷോഭ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി അധ്യക്ഷന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون وما توفيقي إلا بالله عليه توكلت وإليه أنيب. അഭിനന്ദനായ അധ്യക്ഷൻ അവരുകളെ, സദസ്സിലും സ്റ്റേജിലും ഉപവിഷ്ടരായ ഉലമാക്കളെ, നേതാക്കളെ, സുന്നി പ്രവർത്തകരെ, സർവശക്തനായ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഈ കൂടലും പിരിയലും അധ്വാനവും എല്ലാം തന്നെ ഒരു സാലിഹായ സൽക്രമമായി സ്വീകരിക്കട്ടെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ദയനീയമായ ഒരു വാചകമാണ് ഉപയോഗിച്ചത്. അതായത് മനുഷ്യകുലത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ദയനീയമായ ഒരു വാചകം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ പൊതുവെ നഷ്ടപ്പെട്ട വിഭാഗമാണ്. അതായത് മനുഷ്യന്റെ ആദ്യം മുതൽ തന്നെ അവസാനം വരെ മനുഷ്യ സമൂഹം പൊതുവെ നഷ്ടപ്പെട്ടവരാണ്. ഇല്ലല്ലദീന ആമനു, അല്ലാഹുവിൽ വിശ്വസിച്ചവരും, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും, വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് ഉപദേശിക്കുകയും, വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് ഉപദേശിക്കുകയും, ഇങ്ങനെ ഈ 4 വിഭാഗമല്ലാത്ത മുഴുവൻ വിഭാഗം മനുഷ്യകുലത്തിൽ നഷ്ടപ്പെട്ടവരാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളോട് പറയുന്നത്. ഷാഫി ഇമാമ് പോലുള്ള വലിയ വലിയ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞു ഖുർആൻ മുഴുവനെ ഇറങ്ങുന്നതിന് പകരം ഒല്ലശ്ശേരി മാത്രം ഉണ്ടായാലും അത് പര്യാപ്തമാകുമായിരുന്നു, കുഴപ്പമില്ല. അത്രയും ഗഹനമായ, അത്രയും വ്യാപ്തി ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ് ഒല്ലശ്ശേരി. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഈ ക്ഷണികമായ ജീവിതം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ഷണികമായ ജീവിതമാണ്. ഏറി വന്നാൽ 100 കൊല്ലം ജീവിക്കായിരിക്കും. ഖബറിലാണെങ്കിൽ ഇത്ര കൊല്ലം കണക്കില്ല, മഹ്ശറ തന്നെ 50,000 കൊല്ലം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വരാനിരിക്കുന്ന ഭാവി വളരെ ഭയാനകമാണ്. ആ നിലക്ക് ഈ ക്ഷണികമായ ജീവിതം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക്, നമ്മളെ തറവാടായ സ്വർഗത്തിലേക്ക് നമ്മൾ എത്ര വളരെ ആവശ്യമാണ്. അതിനാണ് നമ്മളുടെ മുഴുവൻ അധ്വാനവും, നമ്മളുടെ ആരോഗ്യവും, നമ്മളെ സമ്പത്തും ചെലവഴിക്കേണ്ടത്. അങ്ങനെ ആരൊക്കെ ചെയ്യുന്നോ അവരെല്ലാം വിജയികളാണ്. ഇവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു വസ്തുവിനെ ഉത്ഭവിപ്പിച്ചപ്പോൾ തന്നെ അതിനേക്കാൾ മുമ്പേ തന്നെ അതിന്റെ ശത്രുവിനെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനേക്കാൾ മുൻപ് മനുഷ്യന്റെ ശത്രുവിനെ സൃഷ്ടിച്ചു. അതാണല്ലോ ഇബ്ലീസ്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല റൂഹ് കൊടുത്തു. വനഫഖ്തു മിൻ റൂഹി, എന്റെ ആത്മാവിൽ നിന്ന് മദർ ഊതി. അങ്ങനെ എല്ലാ മലക്കളോടും സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ഇബ്ലീസ് സുജൂദ് ചെയ്യില്ല. അപ്പൊ അവസ്ഥ അഹങ്കരിച്ചു.
എന്നിട്ട് പറഞ്ഞു അല ഖൈറും മിന്നു, ഞാൻ അവനേക്കാൾ ഉത്തമമായ ഒരാളാണെന്ന് ഇബ്ലീസ് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ അതിന് പ്രതിവചിച്ചു, ഫഇന്നക റജീം, നീ അവനേക്കാൾ ഉത്തമനല്ല, നീ ശപിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നും പുറത്തു വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്വർഗത്തിൽ നിന്നും പുറത്തു വന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്